മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. റിസർവ് ബാങ്കിന്റെ പുതിയ പണനയം പ്രഖ്യാപിച്ച് RBI ഗവർണർ റിപ്പോ നിരക്ക് 0.5% കുറച്ചിരിക്കുന്നു. തുടർച്ചയായ രണ്ടാം തവണയാണ് RBI റിപ്പോ റേറ്റ് കുറയ്ക്കുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ഇപ്പോൾ ചേരുന്നത്. ശ്രീജിത്ത്, റിപ്പോ നിരക്ക് കുറച്ചിരിക്കുന്നു. തുടർച്ചയായി രണ്ടാം തവണ, ഏതാണ്ട് 2020 ശേഷം രണ്ടാം തവണ കുറയ്ക്കുന്നു എന്നുള്ള പ്രത്യേകത. ഇത് ഭവന വായ്പാ നിരക്കുകളിലൊക്കെ എന്ത് പ്രതിഫലനമാകും ഉണ്ടാക്കുക? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും ഇത് രണ്ടാം തവണയാണ്, തുടർച്ചയായ രണ്ടാം തവണയാണ് റിപ്പോ നിരക്കുകൾ കുറയ്ക്കുന്നത്. ഇത് ഒരുപക്ഷെ ഈ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പകരച്ചുങ്കവുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം വിപണിയിൽ വലിയ മാന്ദ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് ലോകം പോകുന്നത്. അത് രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെയും ബാധിക്കും എന്നൊരു കണക്കൂട്ടലിൽ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ തുടർച്ചയായ രണ്ടാം തവണയും അല്ലെങ്കിൽ 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും റിപ്പോ നിരക്കുകൾ കുറയ്ക്കുന്നത്, 6% കുറയ്ക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകാൻ അല്ലെങ്കിൽ ഫലം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ വിപണിയിൽ തന്നെയാണ്. വിപണിയിലേക്ക് പണം ഒഴുകും, പണം വിപണിയിലെത്തും. അത് സ്വാഭാവികമായും വിപണിയെ ചലിപ്പിക്കും, അത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ഉദ്ദീപിപ്പിക്കും. ആ രൂപത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക. ആ പ്രതീക്ഷയിലാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും വ്യക്തിഗത വായ്പാ നിരക്കുകളിൽ, അതോടൊപ്പം തന്നെ കാർഷിക വായ്പാ നിരക്കുകളിൽ ഒക്കെ, വാഹന വായ്പാ നിരക്കുകളിലൊക്കെ വാഹനവും ഭവനവുമാണ് വായ്പാ നിരക്കുകൾ ഒരുപക്ഷെ സാധാരണക്കാരെ അടക്കം ഏറ്റവും കാര്യമായി ബാധിക്കുക. ഈ വായ്പാ നിരക്കുകളിൽ വലിയ കുറവുണ്ടാകും, മാറ്റമുണ്ടാകും. ആ മാറ്റമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് പണം ചെലവഴിക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടാകും. പണം വിപണിയിലേക്ക് ഒഴുകുന്നതോടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ നിൽക്കുന്ന അതേ അവസ്ഥയിൽ തുടരും. ഇല്ലാത്ത പക്ഷം ഇപ്പോൾ ഈ ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മാന്ദ്യം വരും എന്നൊരു ഭീതിയിൽ ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ പണം വിപണിയിലേക്ക് നൽകുന്നത് അല്ലെങ്കിൽ ചെലവഴിക്കുന്നത് കുറയും. അത് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ വലിയ രൂപത്തിൽ ബാധിക്കും. അങ്ങനൊരു സാധ്യതയിലേക്ക് പോകാതിരിക്കാനാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ ഇത് വലിയൊരു നയപരമായ തീരുമാനമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമായ ഒരു തീരുമാനമായിരിക്കും ഇപ്പോൾ റിസർവ് ബാങ്ക് എടുത്തിട്ടുള്ളത്. ഇത് തുടർച്ചയായ രണ്ടാം തവണയിലേക്ക് പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രൂപത്തിൽ പിടിച്ചു നിർത്തുക, വിപണിയിലേക്ക് പണം ഒഴുകിയെത്തുക. ഇതൊരു കാരണവശാലും ഇങ്ങനൊരു ഭീതി ജനങ്ങളിൽ, സമ്പദ് വ്യവസ്ഥ തകരുന്നു അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് പ്രത്യേകിച്ചും വ്യാപാര മേഖലയിലാണ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തന്നെ ചെമ്മീൻ കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടാകുന്നു, അല്ലെങ്കിൽ ചെമ്മീൻ കയറ്റുമതി, അമേരിക്കയിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതിയുടെ നികുതി കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ഇടിവുണ്ടാകുന്നത് നമ്മുടെ പ്രാദേശികമായ തലത്തിൽ വലിയ രൂപത്തിൽ ബാധിക്കും. അങ്ങനെ ഏറ്റവും താഴെത്തട്ടിൽ വരെ സാമ്പത്തികമായി ബാധിക്കും എന്നൊരു രൂപത്തിലേക്ക് പോകുമ്പോഴാണ് രാജ്യത്ത് റിസർവ് ബാങ്ക് റിപ്പോ നിരക്കുകൾ കുറയ്ക്കാനും അല്ലെങ്കിൽ 0.5% കുറച്ചുകൊണ്ട് നിർത്താൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനം എന്തായാലും സമ്പദ് വ്യവസ്ഥയെ വലിയ രൂപത്തിൽ സഹായിക്കും, ഉദ്ദീപിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി.